കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം പൊതുവെയും കഴിഞ്ഞ 5 വർഷം പ്രത്യേകിച്ച് CPM-നും LDF-നും അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ വിദ്വേഷ പ്രചരണത്തിൻ്റെ മുഖ്യ പ്രചാരകരായിരുന്നത് ആരാണ്? അത് മറ്റാരുമല്ല, ജമാഅത്തെ ഇസ്ലാമിയാണ്. ആ ദിവസങ്ങളിലെ ആ കാലത്തെ സമൂഹ മാധ്യമ പോസ്റ്റുകളിലൂടെ റീലുകളിലൂടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ക്യാമ്പയിനുകളുടെ വസ്തുതയിലൂടെ ഒന്ന് കടന്നു പോകാൻ ശ്രമിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. കടന്നു പോയത് കൊണ്ട് അന്നും ഇന്നും കടന്നു പോകാൻ കഴിഞ്ഞതുകൊണ്ട് പറയുകയാണ്, ജമാഅത്തെ ഇസ്ലാമിയാണ് CPM-നും LDF-നും പിണറായി വിജയനുമെതിരായ വിദ്വേഷ പ്രചരണ രാഷ്ട്രീയത്തിൻ്റെ ചുക്കാൻ പിടിച്ചത്. ഇന്നിപ്പോൾ അത് പറയാൻ പ്രത്യേക കാര്യമുണ്ട്. VD സതീശൻ സർക്കാർ 1 മാസം തികയാൻ പോകുമ്പോൾ സംഘപരിവാറിൻ്റെ അജണ്ടകൾ മറയില്ലാതെ PM ശ്രീയിലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലും PM ശ്രീയിൽ തുടങ്ങിക്കഴിഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ VC-മാരുടെ RSS മോഹൻ ഭാഗവത് പങ്കെടുക്കുന്ന പരിപാടിയിലെ RSS പരിപാടിയിലെ VC-മാരുടെ സാന്നിധ്യം ഒരു തുടക്കമാണ്. ഇതെല്ലാം ഒരു തുടക്കമാണെങ്കിൽ, വരാൻ പോകുന്ന വലിയ വിപത്തിൻ്റെ സൂചനയാണെങ്കിൽ, ആ സൂചനയ്ക്ക് മുന്നിൽ നിർനിമേഷരായി നിസ്സഹായരായി നിൽക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി. പക്ഷേ അവർ ന്യായീകരിച്ച് മെഴുകാനുള്ള വലിയ ശ്രമം സമൂഹ മാധ്യമങ്ങളിൽ പുറത്തും നടത്തുന്നുണ്ട്. അതായത്, ഞങ്ങളുടെ ഐഡിയ ആയിപ്പോയി, നിങ്ങളുടെ ഐഡിയ ആണെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാമായിരുന്നു എന്ന മട്ടിലുള്ള വർത്തമാനങ്ങളാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പറയാൻ ശ്രമിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി ചുക്കാൻ പിടിച്ച് ക്യാമ്പയിൻ നടത്തി ഇടതുപക്ഷത്തിനെതിരെ, പ്രത്യേകിച്ച് പിണറായി വിജയനും CPM-നുമെതിരെ ദുരുപദിഷ്ടമായ മോശപ്പെട്ട ക്യാമ്പയിൻ നടത്തി കൊണ്ടുവന്ന ഒരു സർക്കാരാണിത്. അതായത്, ഈ സർക്കാരിന് രൂപം കൊടുക്കുന്നതിൽ RSS-ന്റെ പങ്ക് കോൺഗ്രസ്സുകാർ തന്നെ സമ്മതിക്കുന്നതാണ്, നേതാക്കൾ തന്നെ. എങ്ങനെയാണത്? RSS അനുകൂല വോട്ടുകൾ ബൾക്കായി, N ബ്ലോക്കായി കോൺഗ്രസ്സിന് UDF-ന് കിട്ടിയിട്ടുണ്ട് എന്ന് ഒരു വസ്തുതയായി മാറിയിട്ടുണ്ട്, സമ്മതിക്കുന്ന കാര്യമാണ്. അങ്ങനെ RSS-ന്റെ വോട്ട് അല്ലെങ്കിൽ ഭൂരിപക്ഷ വർഗീയ വോട്ട് ഒരു വശത്തും ന്യൂനപക്ഷ വർഗീയ വോട്ട് വേറൊരു വശത്തും, അതായത് ജമാഅത്തെ ഇസ്ലാമി ഓർഗനൈസ് ചെയ്യുന്ന ന്യൂനപക്ഷ വർഗീയ വോട്ടുകളും സംഘപരിവാർ ഓർഗനൈസ് ചെയ്യുന്ന ഭൂരിപക്ഷ വർഗീയ വോട്ടുകളും ഒരേപോലെ സമാഹരിച്ച് അധികാരത്തിലെത്താൻ കോൺഗ്രസ്സിന് UDF-ന് സഹായകമായത് ഈ ക്യാമ്പയിനാണ്. ഏത് ക്യാമ്പയിൻ? സംഘപരിവാറിനോട് മൃദു സമീപനം സ്വീകരിക്കുന്നത് CPM-ഉം പിണറായി വിജയനും LDF-ഉമാണെന്ന സമീപനം സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ പച്ചക്കള്ളമായിരുന്നു ആ ക്യാമ്പയിൻ. അതായത്, വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുക്കുന്നത് CPM-ആണ്, LDF-ആണ്, പിണറായി വിജയനാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്, അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇവർ തന്നെയാണ്, ഈ നേതാവും ഈ പാർട്ടിയും ഈ മുന്നണിയും തന്നെയാണ് നേരെ വിപരീത നിലപാടുകൾ. അവരാണ് യഥാർത്ഥത്തിൽ മൃദുഹിന്ദുത്വവാദികൾ എന്ന പ്രതീതി നിർമ്മാണം, കള്ളപ്രതീതി നിർമ്മാണം നടത്തുന്നതിൽ വിജയിച്ചാണ് ജമാഅത്തെ ഇസ്ലാമി ഈ സർക്കാരിനെ ഉണ്ടാക്കിയത്, ഈ സർക്കാരിനെ രൂപീകരിച്ചത്. എന്നിട്ടിപ്പോൾ അവർ ആകാശത്തേക്ക് നോക്കി 2 കൈകളും ഉയർത്തി വിലപിക്കുകയാണ്, നാഥ, ഞങ്ങൾ ഉദ്ദേശിച്ച സർക്കാരിനെ അല്ലല്ലോ കിട്ടിയത്. പക്ഷേ അത് പുറത്തു പറയാൻ അവർക്ക് മടിയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് അവരുടെ ഐഡിയ ആയിപ്പോയി. പക്ഷേ കാലം കൃത്യമായി കാത്തുവച്ചിട്ടുണ്ട്. അധികം താമസമില്ലാതെ ഇത് എക്സ്പോസ്ഡ് ആവും, തുറന്നു കാട്ടപ്പെടും. അധികകാലം ഈ നെഗറ്റീവ് പൊളിറ്റിക്സിൻ്റെ റിസൾട്ട് മറച്ചു വയ്ക്കാൻ, മൂടി വയ്ക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്കും കോൺഗ്രസിനും മുസ്ലിം ലീഗിനും UDF-ന് മൊത്തത്തിലും കഴിയുകയില്ല. അത് എല്ലാ മറയും നീക്കി പുറത്തു വരും. അന്ന് കേരളം അതിൻ്റെ കഴിയുന്നത്ര ശക്തിയെടുത്ത് തുറന്നു പറയും, ഞങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ഇടതുപക്ഷമായിരുന്നു ശരി, LDF ആയിരുന്നു ശരി, CPM ആയിരുന്നു ശരി, പിണറായി വിജയനായിരുന്നു ശരി. ഇത് കാലം പറയാൻ പോകുന്ന കാര്യമാണ്. EMS ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്ന ആളുകളെ കണ്ടിട്ടില്ലേ നമ്മൾ? നായനാർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്ന ആളുകളെ കണ്ടിട്ടില്ലേ നമ്മൾ? അത് അവർ ജീവിച്ച
അവർ സംഭാവന ചെയ്ത കാലത്തെക്കുറിച്ചുള്ള ഉറച്ച ബോധ്യം പിന്നീട് വരുമ്പോഴത്തെ പറച്ചിലുകളാണ്, ഏറ്റുപറച്ചിലുകളാണ്. എന്ന് പറഞ്ഞതുപോലെ പിണറായി ആയിരുന്നെങ്കിൽ, LDF ആയിരുന്നെങ്കിൽ, CPM ആയിരുന്നെങ്കിൽ എന്ന് കേരള ജനത പറയുന്ന ഒരു കാലം അനധിവിദൂര ഭാവിയിൽ ഉണ്ടാകാൻ പോവുകയാണ്. അത് നമ്മൾ പറയുന്നത് വെറും ആഗ്രഹം കൊണ്ടോ വെറും രാഷ്ട്രീയ പ്രവചന സ്വഭാവത്തിലുള്ള കാര്യമായോ അല്ല, മറിച്ച് PM ശ്രീയിൽ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന സംഘപരിവാർ വൽക്കരണത്തിൻ്റെ, സംഘപരിവാർ വിധേയത്വത്തിൻ്റെ വസ്തുതകളിലേക്ക് കൃത്യമായി വിരൽ ചൂണ്ടുകയാണ്. ഇത് തുടക്കം മാത്രമാണ്. 2014 കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെയാണ് VD സതീശൻ സർക്കാർ. എങ്ങനെയാണത്? എന്തും അവർക്കിഷ്ടമുള്ളത് ചെയ്യുക, എതിർപ്പുകളെ അവഗണിക്കുക, എതിർപ്പുകളോട് കൃത്യമായി മുഖം തിരിച്ച് അഡ്രസ് ചെയ്തിരുന്ന ജനാധിപത്യ സർക്കാരുകളുടെ നേരെ വിപരീത സ്വഭാവമാണിത്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് സർക്കാരുകൾ അടിയന്തരാവസ്ഥ അടക്കമുള്ള ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായിരിക്കുമ്പോൾ പോലും മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും ചെവി കൊടുത്തിരുന്നു. ഇന്നിപ്പോൾ എല്ലാ ബുധനാഴ്ചയും മന്ത്രിസഭായോഗ ശേഷം വാർത്താ സമ്മേളനം നടത്തുന്ന VD സതീശൻ തന്നെ പല കാര്യങ്ങളും ഒന്നുകിൽ മറച്ചു വെക്കുന്നു, അല്ലെങ്കിൽ പച്ചക്കള്ളം പറയുന്നു. PM ശ്രീയിൽ തന്നെ നോക്കൂ, ഞങ്ങൾ ഒപ്പിടുന്നത് നിസ്സഹായരായിട്ടാണ്, പക്ഷേ സ്കൂളുകളുടെ ലിസ്റ്റ് നമ്മൾ തീരുമാനിക്കും, കരിക്കുലം നമ്മൾ തീരുമാനിക്കും എന്നൊക്കെ വലിയ വർത്തമാനം പറയുന്നു. അതിൻ്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ച വലിയ നുണ എന്താണ്? LDF സർക്കാർ നടപ്പാക്കിയിരുന്നു. യഥാർത്ഥത്തിൽ LDF സർക്കാർ നടപ്പാക്കിയില്ല. അത് ഇന്ന് അന്നത്തെ പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അടക്കം കൃത്യമായി 1, 2, 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഫ്ലോറിൽ തന്നെ അത് മുൻപ് പറഞ്ഞതുകൊണ്ട് അതിലേക്ക് വിശദമായി പോകുന്നില്ല. അങ്ങനെ ഒന്നുകിൽ നുണകൾ പറയുക, അല്ലെങ്കിൽ ഭാഗിക അർത്ഥസത്യങ്ങൾ പറയുക, അങ്ങനെ അല്ലെങ്കിൽ ഒന്നും പറയാതിരിക്കുക, മറച്ചു വെക്കുക. ഈ രീതിയിൽ സംഘപരിവാറിൻ്റെ അതേ സ്വഭാവം കാണിച്ചുകൊണ്ട് UDF സർക്കാർ, VD സതീശൻ സർക്കാർ ഒരേ സമയം ജമാഅത്തെ ഇസ്ലാമിയെയും ഒരേ സമയം മുസ്ലിം ലീഗിനെയും ഒരേ സമയം കേരളത്തിലെ മതേതര സമൂഹത്തെയും കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയെയും മുസ്ലിം ലീഗിനെയും നിങ്ങൾക്ക് എക്കാലവും കബളിപ്പിക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കാം, അല്ലെങ്കിൽ അവർ സത്യം തുറന്ന് തിരിച്ചറിഞ്ഞ് പുറത്തു വരും. കേരളത്തിലെ മതനിരപേക്ഷ സമൂഹത്തെ കബളിപ്പിക്കാൻ എക്കാലവും കഴിയുകയില്ല. സത്യം തുറന്നു പറഞ്ഞുകൊണ്ട് കേരള ജനത ഒന്നടങ്ങ് പുറത്തു വരുന്ന ഒരു ദിവസം വരാനിരിക്കുകയാണ്, അനധിവിദൂര ഭാവിയിൽ എന്ന് ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു. നന്ദി, നമസ്കാരം.